അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു ജൂതബാലൻ്റെ ജീവിതത്തിൽ നടന്ന അസാധാരണമായ ഒരു യഥാർത്ഥ സംഭവമാണിത്. 6000-ലധികം അവിശ്വാസികൾ ഇസ്ലാം മതം പുൽകാൻ കാരണമായ ഒരു സംഭവം. ഒരു ദിവസം ആ കുട്ടി വിശുദ്ധ ഖുർആനിനുള്ളിൽ ഒരു ഭൂപടം കണ്ടെത്തി. ആ ഭൂപടം അവൻ്റെ വിധിയെ തന്നെ മാറ്റിമറിച്ചു. ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇതൊരു കെട്ടുകഥയോ നാടകമോ അല്ല, മറിച്ച് ഒരു യഥാർത്ഥ സംഭവമാണ്. 1957 ഫ്രാൻസിലെ ഒരു നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൻ്റെ മൂലയിൽ എല്ലാവരും ഇബ്രാഹിം എന്ന് വിളിക്കുന്ന ഒരു മധ്യവയസ്കനായ ഒരാളുടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. കട വലുതായിരുന്നില്ലെങ്കിലും നിത്യോപയോഗ സാധനങ്ങളും കുട്ടികൾക്കായി മിഠായികളും ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും എല്ലാം അവിടെയുണ്ടായിരുന്നു. കാലക്രമേണ ആ ചെറിയ കട അയൽപക്കത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറി. ആ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു ജൂത കുടുംബം താമസിച്ചിരുന്നു. അവർക്ക് ജാദ് എന്നു പേരായ 7 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. ജാദിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ മതവിശ്വാസങ്ങളിൽ വളരെ കർക്കശക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളെ വലിയ വെറുപ്പോടെയാണ് അവർ കണ്ടിരുന്നത്. അവർ മുസ്ലിമീങ്ങളെ വെറുക്കുക മാത്രമല്ല, മുസ്ലിം കുട്ടികളുമായി കളിക്കുകയോ അവരുടെ അടുത്തേക്ക് പോവുകയോ ചെയ്യരുതെന്ന് തങ്ങളുടെ മകന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ മനുഷ്യർ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളെ യാഥാർത്ഥ്യം പലപ്പോഴും വകവെക്കാറില്ലല്ലോ. കുഞ്ഞുജാദ് ദിവസവും എന്തെങ്കിലും വാങ്ങാനായി ഇബ്രാഹിമിൻ്റെ കടയിൽ വരുമായിരുന്നു. കടയിൽ കയറുന്ന നിമിഷം തന്നെ അവൻ്റെ കണ്ണുകൾ വർണ്ണാഭമായ ചോക്ലേറ്റുകളിലും മിഠായികളിലും ഉടക്കി നിൽക്കും. അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ രഹസ്യമായി ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും ഭക്ഷണമോ മോഷ്ടിക്കാറുണ്ട്. ആരും കാണുന്നില്ലെന്നും തൻ്റെ മോഷണം തനിക്ക് മാത്രമേ അറിയാവുന്ന രഹസ്യമാണെന്നും അവൻ വിശ്വസിച്ചു. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. ഇബ്രാഹിം എല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയില്ല. കോപമോ പരാതിയോ ഒന്നുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ക്ഷമയും സംയമനവും നിശബ്ദമായ സഹനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം പതിവ് പോലെ ജാദ് കടയിലെത്തി. വിചിത്രമെന്നു പറയട്ടെ, അന്നവൻ ചോക്ലേറ്റ് മോഷ്ടിക്കാൻ മറന്നുപോയി. സാധനം വാങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ശാന്തമായ ഒരു ശബ്ദം വന്നു. "ഇന്ന് നീ ചോക്ലേറ്റ് എടുക്കുന്നില്ലേ?" ഇതുകേട്ട് ജാദ് മരവിച്ചുപോയി. അവൻ്റെ ഉള്ളൊന്നു കാളി. ഇത്രയും കാലം തൻ്റെ മോഷണം ഒരു രഹസ്യമാണെന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ ആ നിമിഷം അവന് മനസ്സിലായി, എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന്. നാണക്കേടുകൊണ്ട് തല താഴ്ത്തിയ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ ജാദ് ഇബ്രാഹിമിനോട് മാപ്പു പറയാൻ തുടങ്ങി. അവൻ തൻ്റെ തെറ്റ് സമ്മതിക്കുകയും തന്നോട് ക്ഷമിച്ചാൽ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്നും ആരോടും തെറ്റ് ചെയ്യില്ലെന്നും വാഗ്ദാനം ചെയ്തു. ആ ചെറിയ ഹൃദയത്തിനുള്ളിൽ ഭയവും കടുത്ത കുറ്റബോധവും തമ്മിലടിക്കുകയായിരുന്നു. ഇബ്രാഹിം ആ കുട്ടിയെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. കടുത്ത വാക്കുകളോ ശകാരമോ ഉണ്ടായിരുന്നില്ല. ശാന്തമായി അദ്ദേഹം പറഞ്ഞു, "ഇന്നു മുതൽ മേലാൽ മോഷ്ടിക്കില്ലെന്നും മറ്റുള്ളവരുടേത് എടുക്കില്ലെന്നും എനിക്ക് വാക്ക് തന്നാൽ സമ്മാനമായി ദിവസവും ഒരു ചോക്ലേറ്റ് ഞാൻ നിനക്ക് തരാം." അങ്ങനെ കാലം മെല്ലെ മെല്ലെ മാറി. ആ ചെറിയ കടയിൽ ഒരു മനുഷ്യൻ്റെ നിശബ്ദമായ ദയയിലൂടെയും ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ കൗതുകത്തിലൂടെയും ജാദും ഇബ്രാഹിമും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദം, ആത്മാർത്ഥമായ സ്നേഹവും വളർന്നു. ജാദ് പതിവായി കടയിൽ വരുമായിരുന്നു. ചിലപ്പോഴെന്തെങ്കിലും വാങ്ങാൻ, മറ്റു ചിലപ്പോൾ കുറച്ചു സമയം ചിലവഴിക്കാൻ. എന്നാൽ ജാദിൻ്റെ മാതാപിതാക്കൾക്കിത് തീരെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. മുസ്ലിങ്ങളുമായി ഇടപഴകുന്നത് തെറ്റാണെന്നും അവർ അവനെ അവരിൽ ഒരാളാക്കി മാറ്റുമെന്നും മാതാപിതാക്കൾ അവന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ടും ജാദിന് ഇബ്രാഹിമിനോടുള്ള അടുപ്പം കുറയ്ക്കാൻ ഈ വാക്കുകൾക്കൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ നീണ്ട 17 വർഷങ്ങൾ കടന്നുപോയി. കാലം മുന്നോട്ട് പോയപ്പോൾ ജാദു വളർന്നു. എന്നിട്ടും അവരുടെ സൗഹൃദത്തിന് ഒട്ടും കുറവുണ്ടായില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അല്ലെങ്കിലും ഒരു പ്രധാന തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുമ്പോഴും ജാദ് ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. അപ്പോൾ ഇബ്രാഹിം തൻ്റെ കടയിലെ ഒരു വലിപ്പിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് ഏതെങ്കിലും ഒരു പേജ് തുറന്ന് തനിക്ക് തരാൻ ജാദിനോട് പറയും. ജാദ് പുസ്തകം തുറന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കും. അത്ഭുതകരമെന്നു പറയട്ടെ, ജാദിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ആ താളുകളിൽ നിന്ന് തന്നെ ഇബ്രാഹിം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ലളിതമായിരുന്നെങ്കിലും ആഴത്തിലുള്ള അർത്ഥം നിറഞ്ഞതായിരുന്നു. ആ പുസ്തകം യഥാർത്ഥത്തിൽ എന്താണെന്ന് ജാദിന് അപ്പോഴും അറിയില്ലായിരുന്നു. എങ്കിലും അതിൽ ശക്തമായ എന്തോ ഒന്ന് ഉണ്ടെന്നും അത് മനുഷ്യ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടെന്നും അവന് തോന്നി. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. ജാദ് 24 വയസ്സുള്ള യുവാവായി. ഇബ്രാഹിമിന് 70 വയസ്സോടടുക്കുന്നു.
വാർദ്ധക്യത്തിൻ്റെ ഭാരം അദ്ദേഹത്തെ ക്ഷീണിതനാക്കിയിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. ഇബ്രാഹിം മരണപ്പെട്ടു. ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ മക്കളെ ഒരു ചെറിയ പെട്ടി ഏൽപ്പിച്ചു നൽകി. തൻ്റെ മരണശേഷം അത് ജാദ് എന്ന യുവാവിന് കൈമാറണമെന്ന് വസിയത്ത് ചെയ്തു. പിതാവിൻ്റെ അന്ത്യാഭിലാഷമനുസരിച്ച് ഇബ്രാഹിമിൻ്റെ മക്കൾ ആ പെട്ടി ജാദിനെത്തിച്ചു. ജാദ് അത് തുറന്നപ്പോൾ വർഷങ്ങളായി താൻ ഇബ്രാഹിമിനായി തുറന്നുകൊടുത്തിരുന്ന അതേ പുസ്തകമായിരുന്നു അതിൽ. അവൻ ആ പുസ്തകം തൻ്റെ അലമാരിൽ വെച്ച് ലൗകിക കാര്യങ്ങളിൽ മുഴുകി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജാദ് വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടു. എല്ലാ വശങ്ങളിൽ നിന്നും ഉത്കണ്ഠ അവനെ വളഞ്ഞു. അവൻ ഇബ്രാഹിമിനെ വല്ലാതെ മിസ് ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ ലോകത്തുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജാദ് ചിന്തിച്ചു, ഇബ്രാഹിം ചെയ്തു തന്നിരുന്ന പോലെ ഈ പുസ്തകത്തിലേക്ക് തിരിഞ്ഞ് എന്തുകൊണ്ട് പരിഹാരം നേടിക്കൂടാ? അവൻ പുസ്തകം തുറന്നെങ്കിലും അത് അറബിയിലായിരുന്നു. അവന് വായിക്കാൻ അറിയാത്ത ഭാഷ. മറ്റൊരു വഴിയുമില്ലാതെ അവൻ അറബി അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പുസ്തകം കൊണ്ടുപോയി 2 പേജ് വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. പുസ്തകം കയ്യിലെടുത്ത സുഹൃത്ത് ചോദിച്ചു, ഇത് ഏത് പുസ്തകമാണെന്ന് നിനക്കറിയാമോ? ജാദ് മറുപടി പറഞ്ഞു, ഇല്ല. ഈ പുസ്തകത്തിന് എൻ്റെ ജീവിതവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. അപ്പോൾ സുഹൃത്തു പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനാണ്. ഇത് കേട്ടപ്പോൾ ജാദിനുള്ളിൽ വല്ലാത്തൊരു വികാരം ഉടലെടുത്തു. അവൻ ചോദിച്ചു, ഒരാൾ എങ്ങനെയാണ് മുസ്ലിം ആവുക? സുഹൃത്ത് മറുപടി പറഞ്ഞു, സത്യവിശ്വാസത്തോടെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിലൂടെ ഒരാൾ മുസ്ലിം ആവുന്നു. ജാദ് ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, തുടക്കം മുതലേ അങ്കിൾ ഇബ്രാഹിമിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഈ പുസ്തകവും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് മുസ്ലിം ആകണം. അങ്ങനെ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം ജാദുള്ള എന്ന പേര് തിരഞ്ഞെടുത്തു. തുടർന്ന് മതപരമായ അറിവ് നേടുന്നതിനും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച് ആദ്യത്തെ 3 വർഷം ഫ്രാൻസിലെ ഒരു ഇസ്ലാമിക് സെന്ററിൽ താമസിച്ച് വിശ്വാസത്തിലും ഇസ്ലാമിക നിയമങ്ങളിലും ആഴത്തിലുമുള്ള വിദ്യാഭ്യാസം നേടി. ഖുർആനും സുന്നത്തും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അദ്ദേഹം ശ്രദ്ധാപൂർവം പഠിച്ചു. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം സംഭവിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഫ്രാൻസിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം മുഴുകി. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെ ക്രമേണ 6000-ലധികം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം ഒരിക്കലും ആരെയും നിർബന്ധിക്കുകയോ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തില്ല. പകരം അദ്ദേഹം യുക്തിയോടെയും സൗമ്യമായ ഉപദേശങ്ങളുടെയും കൂടി സംസാരിച്ചു. ഒരു ദിവസം അങ്കിൾ ഇബ്രാഹിം ബാക്കിവെച്ച ഖുർആൻ ജാദുള്ള വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ഖുർആനിനുള്ളിൽ അച്ചടിച്ച ഒരു ലോക ഭൂപടം അദ്ദേഹം കണ്ടെത്തി. ആ ഭൂപടത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് ചുറ്റും വ്യക്തമായി വട്ടമിട്ടിരുന്നു. ഭൂപടത്തോടൊപ്പം ഒരു ഖുർആൻ വചനത്തിൻ്റെ അർത്ഥവുമുണ്ടായിരുന്നു. യുക്തിയോടും സദുദ്ദേശത്തോടും കൂടി ജനങ്ങളെ നിന്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഈ വാക്കുകൾ ജാദുള്ളയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഈ സന്ദേശം ഒരു പൊതു നിർദ്ദേശമല്ലെന്നും തനിക്ക് വേണ്ടി പ്രത്യേകം നൽകപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിനുള്ളിൽ ഒരു ഉത്തരവാദിത്വബോധം ഉണർന്നു. ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉറച്ചൊരു തീരുമാനം രൂപപ്പെട്ടു. ഇസ്ലാമിക പ്രബോധനം ഫ്രാൻസിൽ മാത്രം ഒതുക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സ്വന്തം ജീവിതത്തെ മാറ്റിമറിച്ച സത്യം കൂടുതൽ പേരിലേക്ക്, കൂടുതൽ ദൂരത്തേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം ഫ്രാൻസ് വിട്ട് ആഫ്രിക്കയെ തൻ്റെ പുതിയ വീടായി തിരഞ്ഞെടുത്തു. 2003 വരെ അദ്ദേഹം ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്തു. അവസരം ലഭിച്ചിടത്തെല്ലാം അദ്ദേഹം ഇസ്ലാമിൻ്റെ സന്ദേശമെത്തിച്ചു. കഠിനമായ സാഹചര്യങ്ങളോ അപരിചിതമായ ഭാഷകളോ ദാരിദ്ര്യമോ അനിശ്ചിതത്വമാർന്ന ജീവിതമോ അദ്ദേഹത്തെ തടഞ്ഞില്ല. അദ്ദേഹത്തിന് മുന്നിൽ വ്യക്തമായ ലക്ഷ്യവും ഉള്ളിൽ അചഞ്ചലമായ വിശ്വാസവും ഉണ്ടായിരുന്നു. ഒടുവിൽ സുഡാനിൽ പടർന്നുപിടിച്ച മാരകമായ പകർച്ചവ്യാധി ബാധിച്ച് 53-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളുടെ ഫലം അവസാനിച്ചില്ല. ജാദുള്ളയുടെ മരണത്തിന് 2 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത പരിശ്രമങ്ങളുടെ ഫലം പുറത്തുവരാൻ തുടങ്ങി. ഒരു കാലത്ത് ഇസ്ലാമിനെ കടുത്ത എതിരാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉമ്മ അവരുടെ 74-ാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. എത്ര മനോഹരമായ സംഭവമാണിത്! അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.